ஆமாப்பா, அறிவு பேசுறேன். நான் நல்லா இருக்கப்பா. അപ്പാവുക്കും അമ്മാവുക്കും സുഖമല്ലേ? ജോലിയൊക്കെ നന്നായി പോകുന്നപ്പാ. എന്നാ മെയ് 22-ാം തീയതി അല്ലേ? കുഴപ്പമില്ല, ഞാൻ മെയ് 21-ന് തന്നെ വീട്ടിലെത്തും. അമ്മാവുക്കാ ശരി ശരി, ഫോൺ കൊടുക്കോ. അതെ അമ്മ, അറിവ് പേசுறേ. ആമാ തെരിയും. ഞാൻ 21-ാം തീയതി വീട്ടിലുണ്ടായിരിക്കും. 20-ാം തീയതിക്ക് പറ്റില്ല അമ്മ. ഇതൊരു പത്രം ഓഫീസല്ലേ അമ്മ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയം. 5 ദിവസമൊന്നും ലീവ് കിട്ടില്ല അമ്മ. ഞാൻ പറഞ്ഞില്ലേ 21-ന് വീട്ടിലെത്തിയിരിക്കും. ശരി അമ്മ, കമ്പോസിംഗ് സെക്ഷനിൽ നിറയെ വേലയിരിക്ക്. ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാമാ. സാമിയാരെ, ഈ റേഡിയോ ശരിയായിട്ടോ? ഓ, നീ പെരിയ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഹോൾഡർ അല്ലേ? ശരിയാകും. അവന്റെ സാമിയാരെ, ഒരു പുച്ഛമുള്ളതുപോലെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു തന്നെയാ ഞാൻ ഡിപ്ലോമ എടുത്തത്. இந்த പ്രൂഫ് ഒന്ന് പഠിച്ചു പാറ്. ഏത് അന്ത നെടുമാറിയുടെ സ്റ്റേറ്റ്മെന്റാ? பாருக்குள்ளே நல்ல நாடு, பாருக்குள்ளே நல்ல நாடு, எங்கள் பாரத நாடு. இந்த பாருக்குள்ளே நல்ல நாடு, எங்கள் பாரத நாடு. പാരിക്കുള്ളേ നല്ല നാട്, ഭാരത നാട്. ലോകത്തിൽ ഇത്രയും നല്ല നാട് വേറെ ഇല്ലെന്ന് ഭാരതീയ. ശ്രീലങ്കൻ അപ്പാവി തമിഴ് മക്കളെ ചുട്ടുകൊന്ന നാട്. നമ്മുടെ പെൺകുട്ടികളെ യൂണിഫോമിന്റെ തെമ്മാടികളെ ഇറക്കി വിട്ട് മാനം കെടുത്തിവരുടെ നാട് ഭാരതം. പാരിക്കുള്ള നല്ല നാട്. കൊച്ചം അമൈതി ബിഹേവ് ചെയ്യേ. അമൈതി, പീസ്, സമാധാനം എന്ന പദത്തിന് താന്തോന്നിത്തം എന്നൊരു അർത്ഥം കൂടിയാണ് നമ്മളെ പഠിപ്പിച്ചത് ഈ നാടാണ്. പീസ് കീപ്പിംഗ് ഫോഴ്സ്, സമാധാന സേന. ശ്രീലങ്കൻ തമിഴ് മക്കളുടെ മനസമാധാനം എന്നേക്കുമായി തല്ലി തകർത്ത നെറിക്കെട്ട ഇന്ത്യൻ പട്ടാളത്തിന്റെ പേര്. പേച്ചല്ല, പ്രവൃത്തിയാണ് മുഖ്യം. പേശുന്നതല്ല, പ്രവർത്തിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പാരിക്കുള്ളേ നല്ല നാട്. അയ്യോ, ഇത് പിന്നെ നിന്നുപോയി. അങ്ങനെ നിൽക്കാൻ തരവില്ലല്ലോ. അത് താനെ നിന്ന് പോയതല്ല, ഞാൻ നിർത്തിയതാ. ആ, അതാണ്. ഇതിന്റെ ട്യൂണറിന് ചെറിയ കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ മെക്കാനിസം ഒക്കെയാണ്. ഈ ഓൾഡ് ജനറേഷനോട് പെർഫെക്ഷൻ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന റേഡിയോക്കില്ല. അല്ല, നിങ്ങളൊക്കെ പേരറിവിന് ഞങ്ങളെ അറിയില്ലെങ്കിലും ഞങ്ങൾക്ക് നിന്നെ അറിയാം. അറിവിനേക്കാൾ കൂടുതലായി അറിവിനച്ഛൻ കുയിൽദാസിനെ അറിയാം. അയ്യോ, അച്ഛന്റെ പുതിയ കവിതാ സമാഹാരം പുറത്തിറക്കുന്ന പ്രസാധകൻ ഭാഗ്യനാഥൻ എന്റെ സുഹൃത്താണ്. ഭാഗ്യനാഥൻ സാറിന്റെ ബന്ധു എന്ന് പറയുമ്പോൾ നിങ്ങൾ സിലോഡുകാരാണ്. ഇവിടെ പെരിയാർ തുറയിൽ ഞങ്ങൾ ഇതിനു മുൻപ് വരികയും താമസിക്കുകയും ചെയ്തു. ദ്രാവിഡ കഴകത്തിന്റെ മുഖപത്രമായ വിടുതലൈ ലോകമെമ്പാടുമുള്ള തമിഴിന്റെ ശബ്ദം എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ ഇന്ത്യൻ സമാധാന സേന ശ്രീലങ്കയിൽ നടത്തുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ വിടുതലൈ പത്രം പോലും പലപ്പോഴും സത്യത്തെ പൊതിഞ്ഞുവെക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്കും ഉള്ളൊരു കേടുവരാത്ത തരത്തിലുള്ള ഒരുതരം വഴുവഴുപ്പൻ സമീപനം. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് കാര്യമെന്താ? പത്രാധിപരോടല്ലേ സംസാരിക്കേണ്ടത്? കറക്റ്റ്. സംസാരിച്ച് കാട് കയറുക എന്നത് മുരുകന്റെ ഒരു ശീലമാണ്. സംസാരിച്ച് തുടങ്ങുന്നതും നിർത്തുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇദ്ദേഹം പറഞ്ഞതിൽ ശരികളുണ്ട്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും പത്രമാധ്യമങ്ങളെന്നും ഭരണകൂടമടക്കം പല സിസ്റ്റത്തിനെയും അണ്ടർ കൺട്രോളിൽ തന്നെയാണ്. അതും കറക്റ്റ്.
അറിവ് ഇത്തരം തിരിച്ചറിവുള്ളവരായി തീരുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയായിരിക്കും കുയിൽദാസൻ പണ്ടേ നിനക്ക് പേരറിവാളൻ എന്ന് പേരിട്ടത് തന്നെ. ഇതെന്ത് പേര് എന്ന് അത്ഭുതപ്പെടുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലരും. അതൊക്കെ പോട്ടെ, ഇപ്പോഴും എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് പറഞ്ഞില്ല. പറയാം. അറിവിന്റെ അച്ഛൻ കുയിൽദാസനും അമ്മ അർപ്പുതാമ്പാളും തന്തൈ പെരിയാർ തത്വങ്ങളിൽ വിശ്വസിക്കുന്നവരും ഫോളോവേഴ്സുമാണെന്ന് കേട്ടിട്ടുണ്ട്. കുയിൽദാസൻ ഇപ്പോഴും ദ്രാവിഡ കഴകത്തിന് സജീവ പ്രവർത്തകനുമാണ്. ദ്രാവിഡ കഴകത്തെ പോലെ ലോകമെമ്പാടുമുള്ള തമിഴ് മക്കളുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരാണ് ഞങ്ങൾ. LTTE. மக்கள் விடுதலைக்கு பாரமான விடுதலை, மக்கள் விடுதலைக்கு பாரமான விடுதலை. കുയിൽദാസന്റെ മകനും തമിഴിന് വേണ്ടി തിളയ്ക്കുന്ന രക്തമാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ പോലെ ഊർജ്ജസ്വലരും വിദ്യാസമ്പന്നരുമായ പ്രവർത്തകരെയാണ് സംഘടനയ്ക്ക് ആവശ്യം. ഞങ്ങളുടെ തമിഴ്നാട് പാർട്ടി ഘടകവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പേരറിവിനെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. പഠിച്ചറിവും ഉള്ളിലെ ഉയരും സ്വന്തം ജനതയ്ക്ക് നൽകുന്നവരാണ് തമിഴ് വീരർ. അതാണ് ത്യാഗം. അത് മറ്റും താൻ വാഴ്ക്കയെ പെരുസാക്കി മാറ്റത്. ഉയിര് കൊടുക്കുന്നതും ഉയിര് എടുക്കുന്നതുമായ ഒരു സമരമാർഗമാണ് എത്തിയിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സന്ദേഹം, സായുധ സമരത്തിലൂടെ അല്ലാതെ ലോകത്തൊരിടത്തും ഒരു വംശീയ കലാപവും വിജയിച്ചിട്ടില്ല. വംശീയ കലാപം എന്ന അവസ്ഥ തന്നെ ഒരു അസംബന്ധമല്ലേ പെരിയവരെ? ഞാൻ, എൻ്റെ ഭാഷ, എൻ്റെ സമൂഹം, അത്രമാത്രം. അതിനപ്പുറത്തുള്ളതെല്ലാം അന്യമാക്കപ്പെടേണ്ടത്, അവസാനിപ്പിക്കപ്പെടേണ്ടത് എന്ന തോന്നൽ തെറ്റല്ലേ? തെറ്റാണ്. ശ്രീലങ്കൻ ഗവൺമെന്റ് തമിഴ് മക്കളോട് കാണിക്കുന്നതും ആ തെറ്റാണ്. ലങ്കസിംഹളരുടേതാണെന്ന് അവർ ഉറപ്പിക്കുന്നു. കാലങ്ങളായി ശ്രീലങ്കയിൽ താമസിക്കുന്ന തമിഴൻ കുടിയേറ്റക്കാരായ പരദേശി എന്ന മട്ടിൽ അടിച്ചമർത്താൻ നോക്കുന്നു. വംശീയമായ സ്വാർത്ഥത തുടങ്ങി വെച്ചത് അവരാണ്. അതിനെതിരെ അതേ നാണയത്തിലല്ലാതെ എങ്ങനെ തിരിച്ചടിക്കും? എങ്ങനെ പിടിച്ചു നിൽക്കും തമിഴൻ? കൂടപ്പിറപ്പുകൾ ചത്തുപോകുന്ന ഒരു നാട്ടിൽ നിന്നും വരുന്ന ഞങ്ങളോട് പേരറിവ് സമാധാനത്തെ കുറിച്ച് പറഞ്ഞ് സമനില തെറ്റിക്കരുത്. മുരുക, റിലാക്സ്. അറിവിനോ ഒറ്റയടിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ക്യാമ്പുകളിൽ പങ്കെടുക്കട്ടെ, പാർട്ടിയെ കുറിച്ച് പഠിക്കട്ടെ. അറിവ് മനസ്സിലാക്കും, മാറും. കാരണം ഇവനും ഒരു തമിഴനല്ലേ? അതേ പെരിയവരെ, ഒരു തമിഴനായി ജനിച്ചതിലും തമിഴനെന്ന് പറയുന്നതിലും ഞാൻ അഭിമാനിക്കുന്നു. അതിലുപരി ഞാനൊരു ഇന്ത്യൻ. ഇന്ത്യക്കാരനായ തമിഴ്. അങ്ങനെ അഭിമാനിക്കാനാണ് എനിക്കിഷ്ടം. ഇന്ത്യൻ? വാട്ട് ഇന്ത്യൻ? ദ്രാവിഡ ഈഴത്തിൽ ഇന്ത്യ എന്നൊരു പദമില്ല. ദ്രാവിഡനെ അമർച്ച ചെയ്ത ആര്യവഞ്ചനയ്ക്ക് ചന്ദനതൈലം പൂശിയ പേരാണ് ഭാരതീയ സംസ്കാരം, സനാതന പൈതൃകം, ഇന്ത്യൻ ദേശീയത. സാവ്. മുരുക, അയാൾ ആദ്യ ക്യാമ്പുകളിൽ പങ്കെടുക്കട്ടെ. അതിനു മുമ്പ് നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? അറിവ്, എപ്പോഴാണ് ഞങ്ങൾ നേതാക്കളുമായി ഒന്ന് സന്ധിക്കാൻ നിനക്ക് സമയം? പെരിയവരെ, എൻ്റെ ഉള്ളിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തതും ഇപ്പോൾ BE ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു 10 പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെറുകിട കമ്പനി ഫോം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതിനിടയ്ക്ക് പാർട്ടിയും പ്രവർത്തനവും പ്രയാസമാണ്. കുയിൽദാസന്റെ മകനെ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിർബന്ധിക്കില്ല. എങ്കിലും ഞങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ഒരിക്കൽ വരും. അയ്യോ, തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടുന്ന് ലീവ് കിട്ടുക പ്രയാസമാണ്. വീട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ വരുന്ന 21-ാം തീയതി ഞാൻ ലീവിന് അപേക്ഷിച്ചപ്പോൾ പ്രയാസമാണ്, നോക്ക എന്നൊക്കെയാണ് ഓഫീസിൽ നിന്നും അറിയിച്ചത്. കാരണം ഈ വരുന്ന 21-നാണത്രേ തമിഴ്നാട്ടിലെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ശ്രീമാൻ രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിലെത്തുന്നത്. തിരക്കുകൾ അവസാനിക്കട്ടെ, നോക്കാം. അങ്ങനെങ്കിൽ അങ്ങനെ. സ്വന്തം തിരക്കുകൾ അവസാനിക്കുമ്പോഴെങ്കിലും വംശീയഹത്യക്ക് ഇരയാവുന്ന ശ്രീലങ്കയിലെ സഹോദരങ്ങളെ കുറിച്ചൊന്ന് ഓർക്കാൻ ശ്രമിക്കണം. വലിയ വലിയ നേതാക്കന്മാരുടെ വരവും പോക്കും പത്രങ്ങളിൽ ഒരാഘോഷമാക്കാൻ വേണ്ടി അച്ചുകൂടെ നിർത്തുമ്പോൾ ഒരിടത്തും രേഖപ്പെടുത്താതെ മരിക്കുകയും മരിച്ചു ജീവിക്കുകയും ചെയ്യുന്ന കുറെ സഹോദരങ്ങൾ തൊട്ടയൽനാട്ടിലുണ്ടെന്ന് തിരിച്ചറിയാൻ ഒരു ശ്രമമെങ്കിലും നടത്ത്. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് കുയിൽദാസന്റെ മകനെ കാണാൻ വന്നത്. ഇപ്പോഴും മുഴുവൻ പ്രതീക്ഷയും അവസാനിപ്പിച്ചിട്ടുമില്ല. സമയം ഒത്തുവരുമ്പോൾ സന്ധിക്കാം. വണക്കം. വണക്കം. ശരി,
அரசியல் உனக்கு பிடிக்காது. അത് നിന്റെ സബ്ജക്റ്റ് അല്ല. ஆனால் ഒരു വലിയ സഹായം ചോദിച്ചാൽ ചെയ്യാൻ പറ്റുമോ? എന്നാ? വലിയ കാര്യമാണ്. 9 വോൾട്ടിന്റെ 2 ബാറ്ററി സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ? പെരിയ കാര്യമെന്ന് പറഞ്ഞ് കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പെട്ടിക്കടയിൽ പോലും വാങ്ങാൻ കിട്ടുന്ന 9 വോൾട്ടിന്റെ 2 ബാറ്ററി പെരിയ ഉദവിയായി നിങ്ങൾക്ക് ഞാൻ നൽകണം. പക്ഷെ ഞാനതൊരു പരിഹാസമായി എടുക്കുന്നില്ല. അതെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയട്ടെ. അറിവ്, ഇത് ഒരു ചിന്ന കാര്യമല്ല, ചിന്ന ഉദവിയുമല്ല, പെരുസ്, ரொம்ப பெருசு. அது உனக்கு அப்புறம் தெரியும்.